സിന്ധു ഒന്നിങ്ങോട്ട് വരൂ. എന്താ മാസ്റ്റർ? ഈ ലോ നെക്ക് ബ്ലൗസിന്റെ കട്ടിങ് സിന്ധുവിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഓ എപ്പോ? എങ്കിൽ അതൊന്ന് വരച്ച് കാണിക്കൂ. അങ്ങനെ വരച്ചാൽ ഷോൾഡർ മെഷർമെന്റ് തെറ്റും. ഇങ്ങനെ മുകളിൽ നിന്ന് തുടങ്ങി സാവധാനം താഴേക്ക് വരച്ച് താഴെ എത്തിക്കഴിഞ്ഞാ പിന്നെ അല്ലെങ്കിൽ വേണ്ട, വയ്ക്കോ. രണ്ട് കാതിൽ ഒതുക്കേണ്ട കാര്യം നീ കാരണം ഈ നാട് മുഴുവൻ അറിഞ്ഞു എന്ന് പറഞ്ഞ എന്റെ പെങ്ങടെ കയ്യെ കയറി പിടിച്ചവനെ ഞാൻ മാലയിട്ട് സ്വീകരിക്കണമെന്ന് എന്നല്ല പറഞ്ഞത്. അവന്റെ കൈ പിടിച്ചൊടിച്ച് നാട്ടുകാരെ അറിയിക്കണമായിരുന്നു. മതി, ഇനി അതും ഇതും പറഞ്ഞൊരു തർക്കം വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മറ്റാരും ഇത് അറിയാതിരിക്കാ വേണ്ടത്. ഒരുത്തന്റെ കൂടെ ഇറക്കി വിടാനുള്ള പെണ്ണ. സ്വത്തെന്ന് പറയാൻ ഇനി മാനം മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ എന്ത് ചെയ്താലും അച്ഛൻ ഇപ്പൊ ഇഷ്ടപ്പെടില്ല. എനിക്ക് ജോലിയില്ലല്ലോ, വരുമാനമില്ലല്ലോ. എന്റെ കൂടപ്പിറപ്പുകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ അവർക്ക് ഇന്ന് വരെ ഒരു മുത്തുമാല പോലും വാങ്ങിക്കൊടുത്തിട്ടുമില്ലല്ലോ. പക്ഷെ അച്ഛൻ ഒന്ന് മനസ്സിലാക്കണം, അച്ഛന്റെ മകൻ ഒന്നും ആകാൻ കഴിയാത്തത് ശ്രമിക്കാഞ്ഞിട്ടോ യോഗ്യതയില്ലാഞ്ഞിട്ടോ അല്ല. മനസ്സിലായി. നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഈ സമൂഹത്തിന്റെ കുഴപ്പമാണ്, വ്യവസ്ഥിതിയുടെ കുഴപ്പമാണ് എന്നല്ലേ? നിന്നെ പോലുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും മറുപടി ഇത് തന്നെയാ. മോനെ, ഫാനിന്റെ അടിയിൽ ഇരുന്ന് ഫയൽ മറിക്കുന്നത് മാത്രമല്ല ജോലി. തൂമ്പ എടുത്ത് രണ്ടു കടം മണ്ണ് കോരിയിട്ടാൽ അതും ജോലി തന്നെയാ. പക്ഷേ അത് അംഗീകരിക്കാനുള്ള ഒരു സന്നദ്ധത വേണം, അതിലൊരു അഭിമാനം കാണാനുള്ള മനസ്സ് വേണം. അല്ലാതെ മേടേ കയറി നിന്ന് പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. പൊയ്ക്കോ. നീ എന്നും സമയത്ത് ഉണ്ണാൻ വരുന്ന ഒരു വിരുന്നുകാരൻ മാത്രമാണല്ലോ ഈ വീട്ടില്. നിനക്ക് പോകാം. എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്റെ മകന് കൊടുത്ത വിദ്യാഭ്യാസമാണെന്നാണ് ഞാൻ കരുതിയത്. അത് വെള്ളത്തിൽ വരച്ച വര പോലായി പോയല്ലോ ഈശ്വര. ഇതാ ഇനിയിപ്പോ നീ ആ കൊടയും ഷർട്ടും എടുത്തേ. ശ്രീരനാരുടെ വീട് വരെ ഒന്ന് പോട്ടെ. ഇനി താമസിച്ച ശരിയാവില്ല. അത് നമ്മൾ വേണ്ടെന്ന് വെച്ചതല്ലേ. അവര് പറഞ്ഞ തുക അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ചവിട്ടി താഴ്ത്താൻ തല കൊമ്പിട്ട് കൊടുത്തിട്ടാണെങ്കിലും പണം ഉണ്ടാക്കിയേ പറ്റൂ. ചെല്ല്. സിന്ധുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. എവിടുന്നാ? എടപ്പള്ളി പോണേക്കരയെന്നാ. നമ്മുടെ താരം വൈദ്യന്റെ അനിയൻ ശ്രീധരനാരുടെ മകനാ. അറിയാം. അവന് സൗദിക്ക് പോകാനുള്ള എല്ലാ ഏർപ്പാടും ശരിയായിരിക്കുക. ഓഹോ, അപ്പൊ പോകുന്നതിന് മുമ്പ് നടത്തണല്ലേ? എടോ, ജോലി കുട്ടിയൊക്കെ എങ്ങനെയാ? അത് പറയാനാ ഞാൻ വന്നത്. എനിക്ക് കുറച്ച് രൂപ നാരായണന് ഏർപ്പാടാക്കി തരണം. എടോ, എന്റെ എവിടുന്നാടോ പണം? എന്റെ അവസ്ഥയൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേ. 3/4 ഡസനാ വീട്ടിൽ നിരന്ന് നിൽക്കുന്നത്. കമ്പനി ലോൺ വല്ലതും? ഫസ്റ്റ് ഇവിടെ ശമ്പളം കൊടുക്കാൻ തന്നെ മുതലാളി കിടന്ന് പാടുപെടുക. പിന്നെ എവിടുന്നാ പെട്ടെന്നൊരു ലോൺ? എന്ന് പറഞ്ഞാ ഞാനിവിടെ അല്ല വേറെ ചെന്ന് ചോദിക്കും. 1 2 അല്ല, 30 വർഷമായി ഞാൻ ഇതിനകത്ത്. അതിനെന്താ, ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലേ? കൈ ഒഴിയരുത്. ഇവിടുന്ന് തന്നെ എനിക്കൊരു മാർഗം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഈ ചൂളാൽ തന്നെ ഞാൻ എന്റെ ജീവൻ കൊടുക്കേണ്ടി വരും. താൻ എന്തോടോ ഈ പറയുന്നത്? എങ്കിൽ താനൊരു വഴി പറഞ്ഞ. വഴിയുണ്ട്. കേൾക്കാൻ തയ്യാറാണോ? വാളണ്ടറി റിട്ടയർമെന്റ്. സ്വമേധയാ പിരിഞ്ഞു പോവുക. അതാവുമ്പോ പ്രൊവിഡന്റ് ഫണ്ടും ഗ്രാറ്റുറ്റി എല്ലാം കൂടെ ഒരു തുക കിട്ടും. പിന്നെ തൊഴിലാളിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സഹായം കിട്ടില്ലേ? ആ ചൂള ചാടി ഭരിക്കുന്നത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഞാനിവിടെ ഒപ്പിടണ്ടേ?
റൂം നമ്പർ 43. ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് റൂം. താങ്ക്സ്. ഏതാ പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഹലോ, യെസ്, 1 മിനിറ്റ്. ഹലോ, 101 ആ ഓക്കെ സർ, ഓക്കെ. 101 ആരാ? സദ്ദാം ഹുസൈനും ഭാര്യയും. എന്താ, പരിചയപ്പെടണോ? അല്ല, അറിഞ്ഞിരിക്കാവല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. അറിഞ്ഞിരിക്കണ്ട, നിന്നാ മതി. അവിടെ കാണാൻ പോയിരിക്കടോ. ഗായത്രി, ഞാൻ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ് ഇവിടെ. ഇടയ്ക്ക് തരകനെ വിളിച്ചപ്പോഴാണ് ഗായത്രിയുടെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും അടിയാത്തിപ്പെണ്ണിന്റെ മടിക്കുത്തഴിച്ചോരെ, അടിയാന്റെ ചോര കണ്ടാർത്തു ചിരിച്ചോരെ, നിങ്ങളുടെ തലപ്പാവു കീറി ആ ചോരയിൽ മുക്കി ഒരു പുതിയ കൊടി നാട്ടും, ഒരു പുതുപുത്തൻ കൊടി എന്നു പാടിയ കവിയും പത്രപ്രവർത്തകനും ഞങ്ങളുടെയൊക്കെ ഹീറോയുമായിരുന്ന കേശവൻ നമ്പൂതിരിയുടെ മകളോട് ഞാൻ എങ്ങനെ സഹായിക്കാനാവില്ലെന്ന് പറയും? അച്ഛനെ അറിയാവുന്ന ആളുകളായതുകൊണ്ടാ ഇത്രടം വരെ വരാൻ അമ്മ സമ്മതിച്ചത്. സർ, ആര്യമ്പള്ളി മനിക്കല ഗായത്രിക്ക് അന്യന്റെ എച്ചിൽ പാത്രം വരെ കഴിയാൻ മടിയുണ്ടായിട്ടല്ല, ഒരു ബിരുദം നേടിപ്പോയതുകൊണ്ട് അതുപോലും തരാൻ ആരും തയ്യാറാവണില്ല. ഗായത്രി കുറച്ചു നേരം പുറത്തു വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി സർ. തരകൻ, ഇത്തരം രഹസ്യ കൂടിക്കാഴ്ചകൾക്കിടയ്ക്ക് ഇതുപോലുള്ള ശുപാർശകൾ മേലിൽ ഒഴിവാക്കണം. ക്ഷമിക്കണം സാർ, ഞാൻ അത്രയും ചിന്തിച്ചില്ല. ഇറ്റ്സ് ഓക്കെ. ഇനി നമ്മുടെ കാര്യം സംസാരിക്കാം. ഫയലിലുള്ള പേരുകൾക്ക് പകരം കോഡ് നെയിമുകളായിരിക്കും നമ്മുടെ ഡീലിംഗ്സിൽ മുഴുവൻ ഉപയോഗിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി സാർ. തരകൻ, എന്റെയും മഹേന്ദ്രൻ സാറിന്റെയും പ്രത്യേക താല്പര്യം കൊണ്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്രയും വലിയൊരു തുക നിക്ഷേപിക്കാൻ അവർ തയ്യാറായത്. 100% സുരക്ഷിതമായിരിക്കും. സാർ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. എങ്കിൽ സൈൻ ചെയ്തോളൂ. കോപ്പി ഞാൻ തിരിച്ചു വരുമ്പോൾ എത്തിക്കാം. ശരി സാർ. യെസ്, കം ഇൻ. ആ, വരൂ വരൂ. സാർ, ഇതാ ഞാൻ പറഞ്ഞ ഗൗരീശങ്കർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. അച്ഛാ, ഞാൻ തിരിച്ചു വന്നാൽ ഉടൻ വിളിക്കാം. ശരി സാർ. ഗൗരി ശങ്കർ, ആ പേര് കേട്ടപ്പോ എന്റെ മനസ്സിൽ കണ്ട അതേ രൂപം. ഗൗരി, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നത് പോലെയുള്ള വെറുമൊരു ജോലിയല്ല. വിജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു യുദ്ധത്തിന്റെ സേനാപതി സ്ഥാനമാണ്. ഇതിൽ നിങ്ങൾ വിജയിച്ചാൽ വ്യക്തമായില്ല സാർ. വ്യക്തമാക്കി തരാം. ഒരു നിമിഷം.